ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനു കിച്ചൺ ആൻഡ് ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു സൂപ്പർ ക്ലീനിങ് ടിപ്സ് ആണ് കേട്ടോ. ഒരു ചിലവും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ബാത്റൂമിലുള്ള ക്ലോസറ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വെറും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രം മതി ക്ലോസറ്റ് വളരെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പുണ്ടല്ലോ, അത് ഇതുപോലെ ക്ലോസറ്റിൽ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂ ഇത്ര വൃത്തിയായിട്ടുള്ള ക്ലോസറ്റ് എന്തിനാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ആകാനും അതേപോലെ തന്നെ അതിലുള്ള കീടാണുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നാശമാകാനും സഹായിക്കും. ഞാനിവിടെ 4 ദിവസം മുമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്ര ചെളിയൊന്നും കാണാത്തത്. ഇതുപോലെ നമ്മൾ ഉപ്പിട്ടിട്ട് കുറച്ചും വെള്ളം തിളച്ചു കൊടുത്തതിന് ശേഷം ബാത്റൂം കഴുകുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകണം. നല്ല ശക്തി ഉപയോഗിച്ചിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാനിവിടെ അത്ര ശക്തിയായിട്ടൊന്നും ഉരച്ച് കഴുകുന്നില്ല. എവിടെയാണോ ചെളിയുള്ളത് അവിടെയൊക്കെ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ കഴുകിയെടുക്കുക, ഉരച്ചെടുക്കുക. അതിന് ശേഷം നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് വൃത്തിയാകും. നമുക്കാകെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ ചിലവുള്ളൂ. നിങ്ങൾ തീർച്ചയായും ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ മുകൾ വശത്ത് വേണമെങ്കിലും ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ 4 ദിവസം മുമ്പ് വൃത്തിയാക്കി എടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഉപ്പ് അതിൽ ഇട്ടിട്ടില്ല, ഇതിനുള്ളിൽ മാത്രം ഇട്ടിട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ്. ഈ ടിപ്സ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.